മെഗാ മെഡിക്കൽ ക്യാമ്പും സൗജന്യ നേത്ര പരിശോധനയും നടത്തി. പടപ്പനാൽ ഗാന്ധിനഗർ റെസിഡൻസ് അസോസിയേഷനാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. കുടുംബസംഗമം, ബോധവൽക്കരണ ക്ലാസ് എന്നിവയും നടത്തി. റെസിഡൻസ് അസോസിയേഷൻ വാർഷികത്തിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. തേവലക്കര ഗാന്ധിനഗർ റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് മെഗാ മെഡിക്കൽ ക്യാമ്പ്, സൗജന്യ നേത്രപരിശോധന, ബോധവൽക്കരണ ക്ലാസുകൾ, കുടുംബസംഗമം എന്നിവ നടത്തിയത്. വാർഷികത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പൊതുസമ്മേളനം മന്ത്രി ഷിബു ബേബി ജോൺ ഉദ്ഘാടനം ചെയ്തു. സ്വാതന്ത്ര്യദിനവും അതിന്റെ പരിപാടികളിലൊക്കെ പങ്കെടുത്തുവന്ന് ഗാന്ധിനഗർ എന്ന് പേരിട്ടിരിക്കുകയാണ്. 2 വർഷം മാത്രമായ റെസിഡൻസ് അസോസിയേഷൻ ഇപ്പോഴും ഗാന്ധിയെ ഓർക്കുന്ന ഭാരതത്തിൽ ഉണ്ടല്ലോ എന്നുള്ളതാണ് അതിൽ സന്തോഷിക്കുന്നത്. സ്വാതന്ത്ര്യം കിട്ടി അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷമുള്ള പ്രധാനപ്പെട്ട തെരുവീഥികൾ, അനേക സ്ഥാപനങ്ങൾ അദ്ദേഹത്തിന്റെ പേരിൽ അറിയപ്പെട്ടുകൊണ്ടിരുന്നു. പക്ഷെ കാലക്രമേണ പോയി കഴിഞ്ഞപ്പോൾ ചിലരെയൊക്കെ വാദം കേട്ടാൽ ഇന്ത്യയെ വിഭജിക്കുന്നതിന് വേണ്ടി നിന്നാലാണ് മഹാത്മാഗാന്ധി എന്നുപോലും പ്രചരണം നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തെ തന്നെ സ്മരിച്ചുകൊണ്ട് ഒരു പേരിട്ടതിലാണ് എനിക്ക് ഞാൻ പറഞ്ഞ പോലെ സന്തോഷമുള്ളത്. ഗാന്ധി, രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി മരണപ്പെട്ടു. ഇന്ന് ഇതുപോലെ സ്വാതന്ത്ര്യ ദിനം വരുമ്പോഴോ റിപ്പബ്ലിക് ദിനം വരുമ്പോഴോ ഒക്കെ അദ്ദേഹത്തെ ചടങ്ങിന് വേണ്ടി ഒന്ന് അനുസ്മരിക്കുന്നു എന്ന് ഒഴിച്ചാൽ അദ്ദേഹത്തിന്റെ ആശയങ്ങൾ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഭാരതത്തിന് അംഗീകാരം വാങ്ങിച്ചു തന്ന ആശയങ്ങൾ നമ്മുടെ രാജ്യത്തുനിന്ന് അപ്രത്യക്ഷമാകുന്നു എന്നുള്ളതാണ് ചോദ്യം. അസോസിയേഷൻ പ്രസിഡന്റ് മോഹനൻ എൻ അധ്യക്ഷത വഹിച്ചു. മുഹമ്മദ് കുഞ്ഞി ലബ്ബാമഹൽ സ്വാഗതം പറഞ്ഞു. രക്ഷാധികാരി ടി.എ. തങ്ങൾ റിപ്പോർട്ട് അവതരിപ്പിച്ചു. മുൻ MLA ഡോക്ടർ സുജിത് വിജയൻപിള്ള അവാർഡുകൾ വിതരണം ചെയ്തു. P.K. അനിൽകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. തേവലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിലസ്, ജില്ലാ പഞ്ചായത്ത് അംഗം അരുൺ രാജ, തെക്കുംഭാഗം SHO ബിനു ആർ, തേവലക്കര ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ജയപ്രകാശ് P, വില്ലേജ് ഓഫീസർ ശ്രീജായൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ജോയ് മോൻ, റിയാസ് ഖാൻ, പഞ്ചായത്ത് അംഗം സംഗീത മോഹൻ, ക്ലീറ്റസ് ഫിലിപ്പോ തുടങ്ങിയവർ പങ്കെടുത്തു. കുടുംബസംഗമത്തോട് അനുബന്ധിച്ച് ബോധവൽക്കരണ ക്ലാസും നടത്തി. റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി അക്ബർ ഗ്ലോബൽ ബോധവൽക്കരണ ക്ലാസ്സിൽ അധ്യക്ഷത വഹിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ ഷാനവാസ്, എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ ഷിഹാസ് എച്ച് എന്നിവർ ക്ലാസിന് നേതൃത്വം നൽകി. ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിന്റെ പ്രത്യേക ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. ഏതാണ്ട് കഴിഞ്ഞ 3 വർഷത്തിനകത്ത് തന്നെ 43-ലധികം കേസുകളാണ് കേരളത്തിൽ മാത്രം ഉണ്ടായിരിക്കുന്നത്. ലഹരി വസ്തു ഉപയോഗിച്ച് മാതാപിതാക്കളെ കൊന്നുകളഞ്ഞ കേസുകൾ. അപ്പോൾ നമ്മൾ അച്ഛനും അമ്മയും എല്ലാം വളരെ ശ്രദ്ധിക്കുക. നമ്മുടെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുക, അവരോട് സംസാരിക്കുക, അവരുടെ പ്രശ്നങ്ങൾ നമ്മൾ പരിഹരിച്ചു കൊടുക്കുക, അവരോട് കൂടുതൽ സമയം നമ്മൾ ഇടപെടുക, അവരിൽ നിന്നും അവർക്കുണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങളെല്ലാം നമ്മൾ ഒഴിവാക്കുവാൻ ശ്രമിക്കുക. ന്യൂസ് ബ്യൂറോ, ചവറ.